എലത്തൂർ എം.എൽ.എ. വിദ്യാ ബാലകൃഷ്ണന് ജൂലൈ 6-നാണ് ഇത്തരമൊരു വ്യാജ ഫോൺ വിളി എത്തിയത്. ഡൽഹിയിൽ നിന്നാണ് രാജ്കുമാർ എന്ന് പരിചയപ്പെടുത്തി, വയനാട് MP-യുടെ ഓഫീസിൽ നിന്നാണെന്നൊക്കെ പരിചയപ്പെടുത്തിയാണ് ഇങ്ങനെ ഫോൺ സന്ദേശം എത്തിയത്. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നും ആ പുനഃസംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ വിദ്യാ ബാലകൃഷ്ണൻ M.L.A. മന്ത്രിയാക്കാമെന്നുമാണ് വാഗ്ദാനം. 3 കോടി രൂപയാണ് ഇതിന് ഈ ഫോൺ ചെയ്തയാൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ പണം നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്നാണ് ഈ വാഗ്ദാനം ഉണ്ടായത്. തട്ടിപ്പാണെന്ന വിദ്യാ ബാലകൃഷ്ണന് മനസ്സിലായി. ഉടൻ തന്നെ കോഴിക്കോട് സൈബർ സെല്ലിന് പരാതി നൽകി ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നാണ് വിദ്യാ ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡൽഹി നമ്പറാണ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് സംസാരിച്ചത്. അപ്പം സെയിം ഡേറ്റ് തന്നെ കമ്മീഷണറായിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് കോളാണ് വന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണല്ലോ. സമാനമായ രീതിയിൽ മറ്റു ചില MLA-മാരെയും ഇങ്ങനെ ഈ ഫോൺ സന്ദേശം എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് ഫോൺ വിളികൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പാർട്ടി നേതൃത്വത്തിന് വിദ്യ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ പോലീസിൽ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും വിദ്യാ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്.